മുസ്ലിം ലീഗ് മുനിസിപ്പൽ ഓഫീസ് ഉപരോധിച്ചു. ലീഗ് സമരം അപഹാസ്യമെന്ന് CPM. ബാറുകൾ പൂട്ടിയത് കാരണം കള്ളുഷാപ്പുകളിൽ പരിശോധന കർശനമാക്കി. മഴക്കാല പൂർവ്വ ശുചീകരണങ്ങളുടെ ഭാഗമായി പെരിന്തൽമണ്ണ നഗരസഭ കർമ്മ പരിപാടികൾക്ക് രൂപം നൽകി. അലിഗഡ് ക്യാമ്പസിനായി പ്രഖ്യാപിച്ച ശുദ്ധജല പദ്ധതി യാഥാർത്ഥ്യമായില്ല. പെരിന്തൽമണ്ണയിൽ ട്രാഫിക് സിഗ്നലുകൾ കത്തുന്നില്ല. ഗതാഗത കുരുക്ക് രൂക്ഷം. ജില്ലയിൽ കനത്ത മഴ. യൂട്യൂബ് വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. വാർത്തകൾ വിശദമായി. മുസ്ലിം ലീഗ് മുനിസിപ്പൽ ഓഫീസ് ഉപരോധിച്ചു. പെരിന്തൽമണ്ണയിൽ പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുക, നഗരസഭയിൽ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണുക, അഴിമതി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മുസ്ലിം ലീഗ് മുനിസിപ്പൽ ഓഫീസ് ഉപരോധിച്ചത്. എന്നാൽ ലീഗ് സമരം അപഹാസ്യമെന്ന് CPM അഭിപ്രായപ്പെട്ടു. 12 വർഷം മുമ്പ് ജൂബിലി റോഡ് നിവാസികൾ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നതിന് വേണ്ടി സൗജന്യമായി വിട്ടുകൊടുത്ത 3.5 ഏക്കർ സ്ഥലത്ത് ബസ് സ്റ്റാൻഡും അനുബന്ധ റോഡുകളും ഇനിയും നിർമ്മാണം ആരംഭിക്കാത്ത മുനിസിപ്പൽ ഭരണസമിതി രാജിവെക്കുക, നഗരസഭയിൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന കുടിവെള്ളത്തിന് അടിയന്തര പരിഹാരം കാണുക, മുനിസിപ്പാലിറ്റിയിലെ അഴിമതി അവസാനിപ്പിക്കുക, പാവപ്പെട്ടവർക്ക് പാസായി കിടക്കുന്ന വീടുകളുടെ നിർമ്മാണത്തിനുള്ള ധനസഹായം ഉടൻ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മുസ്ലിം ലീഗ് പ്രതിനിധികൾ മുനിസിപ്പാലിറ്റി ഓഫീസ് ഉപരോധിച്ചത്. ഉപരോധ സമരം വള്ളുവനാട് വികസന അതോറിറ്റി ചെയർമാൻ നാലകത്ത് സൂപ്പി ഉദ്ഘാടനം ചെയ്തു. സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി അഡ്വക്കേറ്റ് ബെന്നി തോമസ്, നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് PK അബൂബക്കർ ഹാജി, ജനറൽ സെക്രട്ടറി AK നാസർ, കൊളക്കാടൻ അസീസ്, പച്ചേരി ഫാറൂഖ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഉപരോധ സമരത്തിന് MK സുഹറ, പച്ചേരി സുറയ്യ, കാട്ടുങ്ങൽ നസീറ, പച്ചേരി റിസാന, ഉപ്പേരിത്തടി സൽമ, P ജുമൈല, K ബാപ്പു, K മാനു, K സാലിഹ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മുനിസിപ്പൽ മുസ്ലിം ലീഗിനകത്തെ വിഭാഗീയ പ്രശ്നങ്ങൾക്ക് മറയിടാൻ ഒരു വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ സമരം തീർത്തും അപഹാസ്യമായെന്ന് CPM ആരോപിച്ചു. പ്രഖ്യാപിച്ച് ആളെ കിട്ടാതെ 2 തവണ മാറ്റിവെച്ച സമരം വിരലിലുണ്ടാവുന്ന ആളുകൾ മാത്രമാണ് പങ്കെടുത്തത്. കോൺഗ്രസും ഒരു വിഭാഗം ലീഗ് കൗൺസിലർമാരും വിട്ടുനിന്നത് അപഹാസ്യമായും അനാവശ്യമായും നടത്തിയ സമരം ജനങ്ങൾ പുച്ഛിച്ചു തള്ളുമെന്ന് CPM പറഞ്ഞു. ബാറുകൾ പൂട്ടിയത് കാരണം സംസ്ഥാനത്തെ കള്ളുഷാപ്പുകളിൽ പരിശോധന കർശനമാക്കി. വ്യാജമദ്യം കള്ളുഷാപ്പുകളിലേക്ക് ഒഴുകുന്നത് തടയുന്നതിനാണ് പരിശോധന കർശനമാക്കിയത്. പെരിന്തൽമണ്ണയിലെ എല്ലാ കള്ളുഷാപ്പുകളിലും പോലീസ് കർശന പരിശോധന നടത്തി. സാമ്പിളുകൾ ശേഖരിച്ചു. 2 സ്ക്വാഡുകളായി നടത്തിയ പരിശോധനയ്ക്ക് SI I ഗിരീഷ് കുമാർ നേതൃത്വം നൽകി. SIമാരായ മുരളി, ബാലഗോപാൽ, രാമകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പെരിന്തൽമണ്ണ നഗരസഭ കർമ്മ പരിപാടികൾക്ക് രൂപം നൽകി. വാർഡ് കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ശുചിത്വ സമിതി യോഗം, കൂടിയാലോചനാ യോഗം, ശുചിത്വ മാപ്പിംഗ്, മാലിന്യ സംസ്കരണ നടപടികൾ പ്രചരിപ്പിക്കുക, കൊതുകു നശീകരണം, ഡ്രൈ ഡേ ആചരണം തുടങ്ങിയവയും പ്രത്യേക വാർഡ് സഭാ യോഗവും ആണ് ആക്ഷൻ പ്ലാൻ. അലിഗഡ് ക്യാമ്പസിനായി പ്രഖ്യാപിച്ച ശുദ്ധജല പദ്ധതി യാഥാർത്ഥ്യമായില്ല. ചേലാമലയിലെ ക്യാമ്പസിൽ ശുദ്ധജലക്ഷാമം രൂക്ഷം. കുന്തിപ്പുഴയിലെ രാമൻചാടിയിൽ നിന്നും അലിഗഡ് ക്യാമ്പസിലേക്ക് മാത്രമായി ശുദ്ധജല ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് പ്രത്യേക ശുദ്ധജല പദ്ധതി നടപ്പാക്കുമെന്ന് സംസ്ഥാന സർക്കാർ ക്യാമ്പസ് യാഥാർത്ഥ്യമാക്കുന്നതിന് മുമ്പ് പ്രഖ്യാപിച്ചിരുന്നതാണ്. എന്നാൽ ഈ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനം പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല. പെരിന്തൽമണ്ണ ട്രാഫിക് ജംഗ്ഷനിലെ സിഗ്നൽ കത്തുന്നില്ല. ഗതാഗത കുരുക്ക് രൂക്ഷമായി. സിഗ്നൽ കത്താതിരുന്നിട്ട് ആഴ്ചകളോളമായി. ഇതുവരെ സിഗ്നൽ റിപ്പയർ ചെയ്യുന്നതിനുള്ള നടപടിയായില്ല. സിഗ്നൽ കത്താത്തത് ജംഗ്ഷനിലെത്തുന്ന വാഹനങ്ങളെ കുരുക്കിലാക്കുന്നു. ആശുപത്രി നഗരമായ പെരിന്തൽമണ്ണയിലേക്ക് എത്തുന്ന ആംബുലൻസുകൾ പോലും കുരുക്കിലാവുന്ന ദയനീയ കാഴ്ചയാണ് കാണുന്നത്. ദേശീയപാത 213 പെരുമ്പിലാവ് നിലമ്പൂർ ദേശീയപാതയിൽ സംഗമിക്കുന്നതാണ് പെരിന്തൽമണ്ണ ട്രാഫിക് ജംഗ്ഷൻ. നിരവധി ബസ്സുകളും മറ്റു വാഹനങ്ങളും കടന്നു പോകാനുള്ള ഏക സ്ഥലവും പെരിന്തൽമണ്ണ ജംഗ്ഷനാണ്. ജംഗ്ഷനിൽ സിഗ്നൽ കത്താത്ത കാരണം 4 റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഒരേ സമയം ജംഗ്ഷനിലേക്ക് തിരികെ കയറുന്നതാണ് ഗതാഗത കുരുക്കിന് പ്രധാന കാരണം. ജംഗ്ഷനിൽ സിഗ്നൽ കത്താത്തതും ട്രാഫിക് ഡ്യൂട്ടിക്ക് വേണ്ടത്ര പോലീസ് ഇല്ലാത്തതും നഗരത്തെ മണിക്കൂറുകളോളം സ്തംഭനാവസ്ഥയിലാക്കുന്നു. ജില്ലയിൽ ഇന്ന് കനത്ത മഴ. രാവിലെ മുതൽ ശക്തമായ മഴയും ചിലയിടങ്ങളിൽ കാറ്റും ഉണ്ടായി. കുടിവെള്ള പ്രശ്നം രൂക്ഷമായ ജില്ലയിൽ മഴ പെയ്തത് ഏറെ ആശ്വാസമായി. നാളെ ഹർത്താൽ. മുല്ലപ്പെരിയാർ വിധിയിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ. എന്നാൽ ഇടുക്കി ജില്ലയൊഴികെ എല്ലായിടത്തും ബസ്സുകൾ ഓടുമെന്ന് ബസ് ഉടമകൾ. ഇനിയൊരിടവേള. വാർത്തകൾ തുടരുന്നു. മലപ്പുറം കോർപ്പറേഷൻ അയക്കും. ഇത് സംബന്ധിച്ച് UDF ഉപസമിതി സർക്കാരിന് റിപ്പോർട്ട് നൽകി. ഇന്ന് രാത്രി നടത്താനിരുന്ന തൃശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് മാറ്റിവെച്ചു. കനത്ത മഴയെ തുടർന്നാണ് വെടിക്കെട്ട് മാറ്റിവെച്ചത്. വെള്ളിയാഴ്ചയാണ് തൃശൂർ പൂരം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറത്ത് 9-ന് പ്രതിഷേധ റാലി നടത്തും.
പുതിയ കെട്ടിട വാടക നിയമം ഉടൻ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധ റാലി നടത്താൻ ഉദ്ദേശിക്കുന്നത്. 300ഓളം പേരെ നിയോജക മണ്ഡലത്തിൽ നിന്നും പങ്കെടുപ്പിക്കും. പെരിന്തൽമണ്ണ നഗരസഭ SSLC വിജയിച്ച കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമുള്ള കരിയർ ഗൈഡൻസ് ക്ലാസ് 9-ന് രാവിലെ 10 മണിക്ക് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടത്തും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുസ്ലിം ലീഗ് മുനിസിപ്പൽ ഓഫീസ് ഉപരോധിച്ചു. ലീഗ് സമരം അപഹാസ്യമെന്ന് CPM. ബാറുകൾ പൂട്ടിയത് കാരണം കള്ളുഷാപ്പുകളിൽ പരിശോധന കർശനമാക്കി. മഴക്കാല പൂർവ്വ ശുചീകരണങ്ങളുടെ ഭാഗമായി പെരിന്തൽമണ്ണ നഗരസഭ കർമ്മ പരിപാടികൾക്ക് രൂപം നൽകി. അലിഗഡ് ക്യാമ്പസിനായി പ്രഖ്യാപിച്ച ശുദ്ധജല പദ്ധതി യാഥാർത്ഥ്യമായില്ല. പെരിന്തൽമണ്ണയിൽ ട്രാഫിക് സിഗ്നലുകൾ കത്തുന്നില്ല. ഗതാഗത കുരുക്ക് രൂക്ഷം. ജില്ലയിൽ കനത്ത മഴ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.